ദക്ഷിണാഫ്രിക്കയിൽ നടക്കുന്ന G20 ഉച്ചകോടിയിൽ നിർണായക നിർദ്ദേശങ്ങൾ മുന്നോട്ടുവച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അടിയന്തര സാഹചര്യങ്ങളിൽ വിന്യസിക്കാൻ G20 ഗ്ലോബൽ ഹെൽത്ത് കെയർ റെസ്പോൺസ് ടീം രൂപീകരിക്കണമെന്നത് ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങളാണ് നരേന്ദ്രമോദി മുന്നോട്ടുവച്ചത്. അമേരിക്കയുടെ എതിർപ്പ് തള്ളി കാലാവസ്ഥാ വ്യതിയാനം സംബന്ധിച്ച പ്രഖ്യാപനവും G20 സമ്മേളനം അംഗീകരിച്ചു. ഭാരതവും കാനഡയും ഓസ്ട്രേലിയയും ത്രിരാഷ്ട്ര സാങ്കേതിക ഇന്നൊവേഷൻ മേഖലയിൽ പങ്കാളിത്തത്തിനും ധാരണയായി. ലോക നേതാക്കളുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. ഈ വാർത്തയുടെ കൂടുതൽ വിശകലനങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും ഐസൺ ജോസും സാന്ദ്ര ഷാജിയും ചേരുന്നു. സാന്ദ്ര, ഐസൺ, ദക്ഷിണാഫ്രിക്കയിൽ നടക്കുന്ന G20 ഉച്ചകോടിയിൽ നിർണായക നിർദ്ദേശങ്ങളാണല്ലോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നോട്ട് വച്ചിരിക്കുന്നത്. എന്തെല്ലാമാണ്? തീർച്ചയായും രോഹിണി, ഏറ്റവും നിർണായകമായ നിർദ്ദേശങ്ങളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്ന് ജോഹാനസ്ബർഗിൽ നടക്കുന്ന G20 സമ്മേളനത്തിൽ മുന്നോട്ട് വയ്ക്കപ്പെട്ടിരിക്കുന്നത് എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം. നമുക്കറിയാവുന്നതാണ്, ഈ ആഫ്രിക്കൻ യൂണിയനെ ഉൾച്ചേർക്കുന്ന ആ G20 സമ്മേളനം നടന്നത് തന്നെ ഭാരതത്തിലാണ്. ഇതിൽ ഏറ്റവും പ്രധാനമായും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആരോഗ്യരംഗം, അതുപോലെ തന്നെ മറ്റു ഗ്ലോബൽ എമർജൻസി സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ കൈകാര്യം ചെയ്യുന്നതിനൊരു സംവിധാനം, അതായത് നമുക്കറിയാവുന്നതാണ്, ഇപ്പോൾ യുനെസ്കോ പോലെയോ അല്ലെങ്കിൽ UN വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പോലെയുള്ള സംവിധാനങ്ങൾക്ക് സമാന്തരമായൊരു സംവിധാനം G20 രാജ്യങ്ങൾക്കിടയിൽ ഉണ്ടാകേണ്ടതും അത് ഗ്ലോബൽ സൗത്തിനെ കേന്ദ്രീകരിച്ച് കൃത്യമായ നിലപാടുകളിലൂടെ അല്ലെങ്കിൽ കൃത്യമായ ഒരു ഫ്രെയിം വർക്കിലൂടെ പ്രവർത്തിക്കേണ്ടതുണ്ട് എന്നൊരു നൂതനമായൊരു ആശയമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. സ്വാഭാവികമായും വിവിധങ്ങളായ വിഷയങ്ങൾ ഇക്കാര്യത്തിൽ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. അത്തരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊന്നാണ് ഈ ഹെൽത്ത് കെയറും അനുബന്ധമായ വിഷയങ്ങളുമെല്ലാം സംബന്ധിച്ച കാര്യങ്ങൾ. മറ്റൊരു സുപ്രധാന ഘടകം, അല്പസമയം മുമ്പ്, അതായത് ഈ പ്രഖ്യാപനം നടക്കുന്നതിന് മുമ്പ്, G20 പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് 3 രാഷ്ട്രീയ നേതാക്കളുടെ ഒരു കൂടിക്കാഴ്ച, അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി, അതുപോലെ തന്നെ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് എന്നിവർ ചേർന്ന് ഒരു ധാരണയിലെത്തിയിരുന്നു. അത് ഇന്നോവേഷൻ ടെക്നോളജി സംവിധാനങ്ങളിൽ പരസ്പരം സഹകരിക്കുന്നതിനും ധാരണയിലെത്തുന്നതിനുള്ള ഒരു നീക്കമാണ്. അത് വിവിധങ്ങളായ ആധുനിക ഗവേഷണ സംവിധാനങ്ങളും ആധുനിക സാങ്കേതിക വിദ്യയും അതുപോലെ തന്നെ മറ്റു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലുള്ള സംവിധാനങ്ങളിലും സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു കൺസോർഷ്യം പോലെ ഈ 3 രാജ്യങ്ങളും പ്രവർത്തിക്കുക എന്നതാണ് ആ ആശയത്തിൻ്റെ തന്നെ ക്രക്സ്. ആ ഒരു ധാരണയും ആ ഒരു ധാരണയുടെ ഭാഗമായുള്ള ഒരു പാക്റ്റിൻ്റെ ഒരു അംഗീകാരവും ഇന്ന് നടന്നു എന്നതാണ് മറ്റൊരു സുപ്രധാനമായ ഘടകം. ആ പാക്റ്റിൻ്റെ അംഗീകാരം നടന്നു എന്നതിൻ്റെ പശ്ചാത്തലത്തിൽ വീണ്ടും പരിശോധിക്കുമ്പോൾ 3 സമുദ്ര ഘടകങ്ങളും 3 ഭൂഖണ്ഡങ്ങളും ചേരുന്ന ഒരു സാങ്കേതിക വിദ്യാ വിന്യാസത്തിൻ്റെ ഒരു തുടക്കമാണ് ഉണ്ടായിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഭീകരതയ്ക്കും അതുപോലെ തന്നെ ഈ മയക്കുമരുന്ന് കടത്ത് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലും കൃത്യമായ ചില നിലപാടുകളും ഭാരതം സ്വീകരിച്ചിട്ടുണ്ട്. ഈ ഭീകരതയ്ക്കും മയക്കുമരുന്ന് കടത്തിനുമെതിരെ ഉണ്ടായ കൃത്യമായ നിലപാടുകൾ സംബന്ധിച്ച് വളരെ കൃത്യമായ കുറേ കൂടി വിശദീകരണങ്ങൾ നമുക്ക് സാന്ദ്ര നൽകും. സാന്ദ്ര, എന്താണ് ഈ ഭീകരതയ്ക്കെതിരെ? സ്വാഭാവികമായും നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നൊരു വിഷയമാണ്. അതുപോലെ തന്നെ മയക്കുമരുന്ന് കടത്ത് അത് ഭാരതത്തെയും അതുപോലെ യുവാക്കളെയൊക്കെ പ്രതികൂലമായി ബാധിക്കുന്നൊരു ഘടകമാണ്. ഈ വിഷയത്തിൽ എന്താണ് ഒരു ധാരണ G20 ഉണ്ടായിരിക്കുന്നത്? ഐസൺ, വർഷങ്ങളായി തന്നെ അന്താരാഷ്ട്ര മേഖലകളിലെല്ലാം തന്നെ നമ്മൾ ഏറ്റവും അധികം സംസാരിക്കുന്നൊരു വിഷയമാണ് ടെററിസത്തിനെതിരെയുള്ള നമ്മുടെ പോരാട്ടം. അത് ഒരിക്കലും അവസാനിക്കുന്നതല്ല. അതുതന്നെയാണ് നമ്മളിപ്പോൾ G20 വേദിയിലും ആവർത്തിച്ചിരിക്കുന്നത്. ടെററിസത്തിനെതിരെയും മയക്കുമരുന്ന് ശൃംഖലയ്ക്കെതിരെയും ശക്തമായി പോരാടാൻ തന്നെയാണ് G20 വേദിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തിരിക്കുന്നത്. പ്രധാനമായും പറയുന്നത് മയക്കുമരുന്നിൻ്റെ, ഫെന്റാനിൽ ഉൾപ്പെടെയുള്ള മയക്കുമരുന്നിൻ്റെ ലഭ്യത, അതിൻ്റെ ചെയിൻ മുറിക്കുക, ആ ചെയിനിലേക്ക് വരുന്ന സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളുടെ ചെയിൻ മുറിക്കുക. അത്തരമൊരു ഇടപാടുകൾ, സാമ്പത്തികമായി ഉണ്ടാകുന്ന ഇടപാടുകൾ, മയക്കുമരുന്ന് കടത്തിലൂടെ ഉണ്ടാകുന്ന നേട്ടം തീവ്രവാദത്തിന് കൂടി. തീർച്ചയായും അതാണ് പറഞ്ഞു വന്നത്. ആ മയക്കുമരുന്നിൻ്റെ ലഭ്യത അല്ലെങ്കിൽ അതിലൂടെ ലഭിക്കുന്ന പണം കൃത്യമായി ചെന്നെത്തുന്നത് ടെററിസത്തിലേക്കാണ്. അപ്പോൾ അതിനെ ഇല്ലാതാക്കണമെങ്കിൽ മയക്കുമരുന്ന് ശൃംഖല തടയണം അല്ലെങ്കിൽ ആ തകർക്കണം എന്ന് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് G20 പോലെ 20 വലിയ രാഷ്ട്രങ്ങൾ, അതായത് വളർന്നുകൊണ്ടിരിക്കുന്നതും ഡെവലപ്ഡ് ആയിട്ടുള്ള 20 രാഷ്ട്രങ്ങൾ പങ്കെടുക്കുന്ന ഒരു വേദിയിൽ തന്നെ പ്രധാനമന്ത്രി കൃത്യമായി അദ്ദേഹത്തിൻ്റെ ആശയം പറഞ്ഞിരിക്കുന്നത്. അത് ലോകരാഷ്ട്രങ്ങൾ കൃത്യമായി തന്നെ അംഗീകരിക്കുകയും അത് അതിനുവേണ്ടിയുള്ള നീക്കങ്ങളിലേക്കും നയതന്ത്ര കാര്യങ്ങളിലേക്കും മുന്നോട്ട് പോകാൻ തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു നേട്ടമായി തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. ഇത് മാത്രമല്ല, ഇതല്ലാണ്ട് വേറെയും പല ഇനിഷ്യേറ്റീവ്സും ഭീകരതയ്ക്കെതിരെ G20 പോലുള്ള ഫോറങ്ങൾ ഒന്നിച്ചു നിൽക്കുന്നതിൻ്റെ പ്രസക്തി എന്താണ് ഇന്നത്തെ കാലഘട്ടത്തിൽ? തീർച്ചയായും ഡെവലപ്പിംഗ് ആയിട്ടുള്ളതും ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരുപാട് നേഷൻസിൻ്റെ, 20 നേഷൻസിൻ്റെ ഒരു കൂട്ടായ്മയാണ് G20 എന്ന് പറയുന്നത്. ഇപ്പോൾ അമേരിക്ക എന്ന് പറഞ്ഞ രാഷ്ട്രം അതിൽ നിന്നും പിന്നോട്ടേക്ക് മാറി നിൽക്കുകയാണ്. അപ്പോൾ കാനഡ അല്ലെങ്കിൽ ഓസ്ട്രേലിയ പോലുള്ള രാജ്യങ്ങൾ, ഡെവലപ്പിംഗ് ആയിട്ടുള്ള നേഷൻസ്, അവരുടെ ഒരു സപ്പോർട്ട് ഇന്ത്യക്കൊപ്പമാണ് എന്ന് വിളിച്ചു പറയാനുള്ള ഒരു വേദി കൂടിയാണ് G20 എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വേദിയിൽ നിന്നുകൊണ്ട് ടെററിസത്തിനെതിരെ പ്രധാനമന്ത്രി പറയുമ്പോൾ അത് ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ കേൾക്കുന്ന ഒരു ശബ്ദമായി മാറുകയാണ്. അപ്പോൾ
തീർച്ചയായും ഈ ഗ്ലോബൽ സൗത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ ഭീകരത വലിയൊരു വെല്ലുവിളിയാണ്. ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം വെല്ലുവിളിയാണ്. നമുക്കറിയാവുന്നതാണ് നൈജീരിയയിലൊക്കെയുള്ള ഭീകരതയുടെ വിഷയങ്ങളുണ്ട്. ഇവിടെയൊക്കെ എങ്ങനെയാണ് ഈ G20 സമ്മേളനത്തിൻ്റെ സാധ്യത? ഗ്ലോബൽ സൗത്തിനെ ചേർത്ത് പിടിക്കുന്ന ഒരു സംവിധാനം എങ്ങനെയാണ് പ്രസക്തമാവുക? തീർച്ചയായും നമുക്ക് പറയാം, ഈ പ്രാവശ്യം G20 നടക്കുന്നത് തന്നെ സൗത്ത് ആഫ്രിക്കയിലാണ്. സൗത്ത് ആഫ്രിക്കയെ G20യിലേക്ക് ക്ഷണിച്ചതും അവർക്ക് ആതിഥേയത്വം നൽകിയതും ഭാരതത്തിൽ ഭാരതം ആതിഥേയത്വം വഹിച്ച G20 സമ്മിറ്റിലായിരുന്നു സൗത്ത് ആഫ്രിക്ക നമ്മൾ ആ G20യിലേക്ക് ചേർത്തതും. അപ്പോൾ അവിടെ തന്നെ ഇപ്പോൾ കൃത്യമായി സൗത്ത് ആഫ്രിക്കയിൽ നമുക്കറിയാം കുറേ ഏരിയകളിൽ കുറേ അധികം പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ മയക്കുമരുന്നിൻ്റെ കുറച്ചധികം കേന്ദ്രങ്ങൾ അവിടെ ഉണ്ട് എന്നുള്ള തരത്തിലുള്ള വാർത്തകളൊക്കെ ഇതിനു മുമ്പും ഇൻ്റർനാഷണൽ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവിടുത്തെ യുവജനങ്ങൾക്ക് വേണ്ടി പ്രധാനമന്ത്രി നമ്മുടെ നേതൃത്വത്തിൽ ഒരു ഇനിഷ്യേറ്റീവ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള മൂവ്മെൻറ്റുകളിലൂടെ അങ്ങനെ പുറകോട്ടേക്ക് നിൽക്കുന്ന രാജ്യങ്ങളെ കൂടി നമ്മുടെ കൂടെ നിൽക്കുക, അവരെയും കൂടി വളർത്തിക്കൊണ്ട് വരിക, എന്താണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ടെററിസം പോലുള്ള കാര്യങ്ങൾ തടയേണ്ടതെന്ന് അവർക്ക് കൂടി മനസ്സിലാക്കുക. അത് കൃത്യമായി എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയുള്ള ഡെവലപ്മെൻറ്റൽ കാര്യങ്ങൾ നൽകിക്കൊണ്ടായിക്കോട്ടെ, അങ്ങനെ അവരെയും കൂടി ഡെവലപ്ഡ് നേഷൻസിലേക്ക് കൊണ്ടുവരിക. അങ്ങനെ ഈ മയക്കുമരുന്ന് പോലുള്ള ശൃംഖലകളെ പൂർണ്ണമായും തകർക്കുക, അതിലൂടെ ടെററിസത്തെ ഇല്ലാതാക്കുക. അതുതന്നെയായിരിക്കും കൃത്യമായി പ്രധാനമന്ത്രി ഇവിടെ നടപ്പിലാക്കിയതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലെ കാലാവസ്ഥാ വ്യതിയാനം സംബന്ധിച്ചും ചില ധാരണകൾ ഉണ്ടായിട്ടുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം സംബന്ധിച്ചുള്ള വിഷയങ്ങൾ എന്തായിരുന്നു അതിൻ്റെ അടിസ്ഥാനം? നമുക്കിത് എല്ലാവർക്കും അറിയാം. ഏറ്റവും കൂടുതൽ കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും അധികം സംസാരിക്കുന്ന ഒരു രാഷ്ട്രമാണ് അമേരിക്ക. അപ്പോൾ ഈ G20യിൽ അമേരിക്ക പങ്കെടുത്തിട്ടില്ല. അതിനുള്ള കാരണം എന്താണെന്നുള്ളത് കൃത്യമായിട്ട് എല്ലാവർക്കും തന്നെ അറിയാം. സൗത്ത് ആഫ്രിക്കൻ പ്രസിഡന്റ് പറഞ്ഞൊരു വാചകം, നെഗോഷ്യബിൾ അല്ല എന്ന് പറഞ്ഞ ആ ഒരു വാചകത്തിൻ്റെ പുറത്താണ് അമേരിക്ക ഇന്ന് ഈ G20 സമ്മിറ്റിൽ നിന്നും പങ്കെടുക്കാതെ മാറി നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് അമേരിക്ക പോലൊരു രാഷ്ട്രത്തെ മുൻനിർത്തിക്കൊണ്ട് ഭാരതം ഒരു ഇനിഷ്യേറ്റീവ് മുമ്പോട്ടേക്ക് വെക്കുന്നു. കാലാവസ്ഥ എങ്ങനെ മുമ്പോട്ടേക്ക് പോകണം, ഇങ്ങനെ പോയാൽ അതിന് കൂടുതൽ പ്രശ്നങ്ങളിലേക്കായിരിക്കും ലോകത്തെ എല്ലാ രാഷ്ട്രങ്ങളെയും നയിക്കാൻ പോവുക. കൃത്യമായി തന്നെ ഭാരതം അവിടെ അവരുടെ ഒരു തീരുമാനം പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ് കുറച്ച് ഇനിഷ്യേറ്റീവ്സ്, കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട്. അത് ഫോളോ ചെയ്തുകൊണ്ട് തന്നെ കാലാവസ്ഥയെ കൃത്യമായി നോക്കുക, അല്ലെങ്കിൽ കാലാവസ്ഥയെ മാനേജ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക എന്ന തരത്തിലുള്ള തീരുമാനങ്ങളാണ് ഇപ്പോൾ G20യിൽ നിന്നും വന്നിരിക്കുന്നത് പ്രധാനമായിട്ടും. തീർച്ചയായും ഇപ്പോൾ G20യിൽ ഉണ്ടായിരിക്കുന്ന ഏറ്റവും സുപ്രധാനമായൊരു നീക്കം എന്ന് പറയുന്നത് അമേരിക്കയുടെ ഈ എതിർപ്പിനെ, അമേരിക്ക പങ്കെടുക്കുന്നില്ല, സിറിൽ റാമഫോസയുടെ വാക്കുകളുടെ അടിസ്ഥാനത്തിൽ അമേരിക്ക പങ്കെടുക്കുന്നില്ല എന്ന് അമേരിക്കയുടെ ഔദ്യോഗിക വക്താവ് തന്നെ അറിയിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അപ്പോൾ സിറിൽ റാമഫോസയുടെ വാക്കുകൾ നേരത്തെ സാന്ദ്ര സൂചിപ്പിച്ചതുപോലെ റീനെഗോഷ്യബിൾ അല്ലാത്ത, അതായത് ഇപ്പോൾ ഉണ്ടാകുന്ന ഒരു ധാരണ വീണ്ടും പുനഃപരിശോധനയ്ക്ക് വിധേയമല്ല എന്നൊരു നിലപാടാണ്. സ്വാഭാവികമായും നമുക്കറിയാവുന്നതാണ് അമേരിക്ക ഈ കൽക്കരി ഖനികളും മറ്റും സംബന്ധിച്ച് അത്ര വലിയ തോതിലുള്ള ഒരു ഈ കാർബൺ എക്സോസ്റ്റാണ് ഈ കാലാവസ്ഥാ വ്യതിയാനം സംബന്ധിച്ച് വലിയൊരു ആഘാതം സൃഷ്ടിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇതിനെ ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളിൽ നിന്നും അമേരിക്ക പിന്നോട്ട് പോകുമ്പോൾ ആ അമേരിക്കയെ തള്ളിക്കൊണ്ടാണ് ഗ്ലോബൽ സൗത്ത് രാജ്യങ്ങളുടെ മുൻനിരയിൽ നിൽക്കുന്ന ഭാരതം, അല്ലെങ്കിൽ നയിക്കുന്ന ഭാരതം ഇത്തരത്തിലൊരു ശക്തമായ തീരുമാനമെടുത്തിരിക്കുന്നത്. ക്ലീൻ എനർജി എന്നൊരു ടേം തന്നെ G20 സമ്മിറ്റിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ ക്ലീൻ എനർജി അത് കൃത്യമായി നമുക്ക് മനസ്സിലാകും അമേരിക്കയെ ഉദ്ദേശിച്ചുകൊണ്ട് മാത്രം പറഞ്ഞതാവാം. കാരണം ഏറ്റവും കൂടുതൽ കൽക്കരി പോലുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യുന്ന ഒരു രാജ്യമാണ്, അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് എഫക്റ്റ് ഒക്കെ കൂടുതൽ പുറത്തേക്ക് വിടുന്ന ഒരു രാഷ്ട്രം കൂടിയാണ് അമേരിക്ക. ഗ്രേറ്റ തുൻബർഗിനൊക്കെ നമുക്ക് അറിയാവുന്നതുപോലെ അതിനെതിരെ ഒരുപാട് സംസാരിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്ന അമേരിക്ക മാറി നിൽക്കുന്ന ഒരു G20 സമ്മിറ്റിലാണ് ഭാരതം ക്ലീൻ എനർജി എന്നൊരു ടേം കൃത്യമായി ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അത് കാലാവസ്ഥയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടും ഭാരതം മാത്രമല്ല, അല്ലെങ്കിൽ G20യിലുള്ള രാഷ്ട്രങ്ങളെ മാത്രമല്ല, എല്ലാ ലോകരാഷ്ട്രങ്ങളെയും എല്ലാ രാജ്യങ്ങളെയും സംരക്ഷിക്കാനുള്ളൊരു നടപടിയുമായിട്ട് തന്നെയാണ് എനിക്ക് കൃത്യമായി തോന്നിയിട്ടുള്ളത്. തീർച്ചയായും രോഹിണി, അത്രയും സമഗ്രമായൊരു നിലപാട് തന്നെയാണ് ഭാരതത്തിൻ്റെ ഭാഗത്തു നിന്ന് G20 സമ്മേളനവുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നത്. ആരോഗ്യരംഗം, അതുപോലെ തന്നെ മയക്കുമരുന്ന് കടത്ത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, അതുപോലെ തന്നെ മറ്റു സുപ്രധാന ഘടകങ്ങൾ, കാലാവസ്ഥാ വ്യതിയാനം സംബന്ധിച്ചുള്ള നിലപാട് ഭാരതം മുന്നോട്ട് വെച്ചത്, അല്ലെങ്കിൽ ഭാരതം നേതൃത്വം നൽകുന്ന ഗ്ലോബൽ സൗത്ത് രാജ്യങ്ങളുടെ ഒരു കൺസോർഷ്യം മുന്നോട്ട് വയ്ക്കുന്നത് അമേരിക്ക എടുത്ത നിലപാടിനെ നേരെ വിപരീതമായി എതിർത്ത് തന്നെയാണ്. അത്തരത്തിൽ ഒരു ലോകശക്തിയെ തങ്ങളുടെ ഒരു നിലപാടുകളിൽ നിന്നും തിരുത്താനും ഒരു മുന്നറിയിപ്പായി മാറാനുമുള്ള സാധ്യതയിലേക്ക് ഗ്ലോബൽ സൗത്തിനെ കൈപ്പിടിച്ച് നടത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കഴിഞ്ഞിട്ടുണ്ട്, ആ നേതൃത്വത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നത് തന്നെയാണ് ഈ ഭാരതത്തിൽ നടന്ന G20 സമ്മേളനത്തിലും തുടർന്ന് നടന്ന G20 സമ്മേളനങ്ങളും ഇപ്പോൾ ജോഹന്നസ്ബർഗിൽ നടക്കുന്ന G20 സമ്മേളനത്തിലും തെളിവായി മാറുന്നത്. തീർച്ചയായും ഭാരതം വൻതോതിൽ മുന്നോട്ട് പോകുന്ന, അല്ലെങ്കിൽ വൻ നിരയിൽ മുന്നോട്ട് പോകുന്ന ആഗോള കൺസോർഷ്യങ്ങളെ നേതൃത്വം നൽകുന്ന ഭാരതം ഒരു ശക്തിയായി മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് വഴിവെക്കുന്ന നിലപാടുകളും നിർദ്ദേശങ്ങളും ആത്മവിശ്വാസത്തോടെയുള്ള അവയുടെ അവതരണവുമാണ് ജോഹന്നസ്ബർഗിലെ G20 സമ്മേളനത്തിൽ ഈ രണ്ടാം ദിവസം, അല്ലെങ്കിൽ പ്രധാനമന്ത്രി എത്തി രണ്ടാം ദിവസം നടന്നിരിക്കുന്നത് എന്നതാണ് ഏറ്റവും വലിയ സവിശേഷത. വളരെ നന്ദി ഐസൻ സാന്ദ്ര. ദക്ഷിണാഫ്രിക്കയിൽ നടക്കുന്ന G20 ഉച്ചകോടിയിൽ നിർണായക നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടിയന്തര സാഹചര്യങ്ങളിൽ വിന്യസിക്കാൻ G20 ഗ്ലോബൽ ഹെൽത്ത് കെയർ റെസ്പോൺസ് ടീം രൂപീകരിക്കണമെന്നതുൾപ്പെടെയുള്ള നിർദ്ദേശങ്ങളാണ് നരേന്ദ്രമോദി മുന്നോട്ട് വച്ചത്. വിശകലനങ്ങൾ നൽകുകയായിരുന്നു ഐസൻ ജോസും സാന്ദ്ര ഷാജിയും.